ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധു ആണെങ്കിൽ ഇന്ന് കട്ടക്കലിപ്പിനാണ്. ലച്ചുവിനോടും ശിവാനിയോടും വന്ന് പരാതി പറയുന്നുണ്ട്. എൻ്റെ റൂമിലിരുന്ന വാച്ചും അതുപോലെ തൊപ്പിയൊന്നും കാണുന്നില്ല, അതൊക്കെ ആരെടുത്തോണ്ട് പോയെന്നാണ് നീ പറയുന്നതെന്ന് ലച്ചു ചോദിക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, നിൻ്റെ അനിയനായിരിക്കും, എന്തായാലും മറ്റാരും വന്ന് ഇവിടെ ഒന്ന് എടുക്കില്ലല്ലോ, എൻ്റെ ഒരു സാധനവും ഇവിടെ വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞങ്ങ് പോകുന്ന പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ സിദ്ധുവിന് പുറത്തു പോകാനായിട്ട് ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് വെച്ചിരുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അതൊന്നും കാണാനില്ല. അങ്ങനെ പരാതി വന്ന് ചോദിക്കുന്ന സമയത്ത് അധികം താമസിക്കാതെ നമ്മുടെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ചെത്തിലൊരുങ്ങി വരുവാണ് കേശു. അത് കണ്ടതും മുത്തശ്ശിയും അതുപോലെ ശിവാനിയും ലച്ചുമൊക്കെ തമാശ മട്ടിന് ചിരിക്കുന്നുണ്ട്. എന്നാൽ സിദ്ധുവിന് അങ്ങനെ തമാശയായിട്ട് വെറുതെ വിടാൻ പറ്റുന്നില്ല. ഈ ഇട്ടിരിക്കുന്നതിനപ്പുറം വേറെ വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, അതൊക്കെ എൻ്റെ സാധനം തന്നെയാണെന്ന് കേശുവും പറയുന്നു. അങ്ങനെ സഹി കേട്ട് ഓരോ മോഷണങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും മടുത്ത് സിദ്ധു ആണെങ്കിൽ ദേഷ്യത്തോടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി, ഇതെങ്കിലും എൻ്റെ കയ്യിലുണ്ട്, ഇനി ഒന്നും കാണില്ല, എനിക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിന് സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം നീ എങ്ങോട്ടേക്കാണ് മോനെന്ന് മുത്തശ്ശിയും അതുപോലെ ലച്ചുവും ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയുമ്പം നമ്മുടെ കേശു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കാരണം ഇനി സിദ്ധു വളിയും പോണ്ട എന്നുള്ള രൂപത്തിന് വിഷമിച്ച് നിൽക്കുവാണ് പുള്ളിക്കാരൻ. ഈ ഒരു ചെറുക്കൻ കാരണം എന്താ സിദ്ധു പിണങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കേശുവിന് നല്ല വഴക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോൾ സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനായി. നമ്മുടെ സിദ്ധുവും ലച്ചുവും കല്ലുമോളും അതുപോലെ പാറുക്കുട്ടിയും ശിവാനിയും കേശു എല്ലാവരും കൂടി തകർത്ത് പൊളിക്കുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിനായിട്ട് കാത്തിരിക്കുക അല്ലേ. ഇങ്ങനെ പറയുന്നതല്ലാതെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു എപ്പിസോഡ് വരുന്നില്ല, അധികം താമസിക്കാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം.